ഉലത്തി ഞങ്ങളിപ്പോൾ കർണാടകയിലിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഓഫീസിൽ കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഓൾറെഡി ചോറ് വെച്ചായിരുന്നു. അപ്പോൾ മിച്ചമുണ്ട് ഇന്നത്തേക്കും കൂടെ. അപ്പോൾ ഇവിടെ അടുത്ത് ബീഫ് മേടിക്കാൻ കടയുള്ളതുകൊണ്ട് ഒരു 1.5 കിലോ ബീഫ് രാവിലെ മേടിച്ചു. 4 പേരുണ്ടല്ലോ, അപ്പോൾ കുക്ക് ചെയ്യാൻ ഓർത്തുകൊണ്ട് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഗ്യാസും ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പീസാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം ചെറുതാക്കിയിട്ട് എന്നുവെച്ചിട്ട് ബീഫും ചോറും കഴിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഉലത്തി ഓൾറെഡി പൊട്ടിയിട്ടാണല്ലോ ഇരിക്കുന്നത്. വെങ്കായം ഇവിടെ എടുത്തിട്ട് ഒറ്റ അടി അടിച്ചാൽ പറയണം. അങ്ങനെ അടിക്കാൻ പറ്റില്ല. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തേങ്ങ പൊട്ടിപ്പോരില്ല, ചേർത്ത പൊട്ടിപ്പോരും. എന്താണ് എനിക്ക് വേണ്ടത്? കുഴപ്പമില്ല, നമുക്ക് വ്യൂസ് കുറവാണ്ട് ഇത് ഓയിലാ, മറ്റേ വെളിച്ചെണ്ണ രണ്ട് ഓയിലാ. കുപ്പി മാറ്റി അതിനകത്തൊക്കെ നിങ്ങൾ കറക്റ്റ് അതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഏക്കാമത്തെ നമുക്ക് മൂപ്പിച്ചില്ലായിരുന്നല്ലേ? അല്ലല്ല കുഴപ്പമില്ല, ബീഫ് വെച്ചിട്ടില്ല. എന്നാൽ കണ്ടിന്യൂ ഇതേപോലെ തന്നെ. അളിയും കുറച്ചും കൂടെ ഒക്കെ കഴിക്കും കേട്ടോ. ചോറ് പോരാ ശരിക്കും. വേണമെങ്കിൽ എടുക്കാറോ, വെറുതെ കളയണ്ടല്ലോ. ഓ എന്നാലും അവിടെ തിന്നപ്പോ എന്തായിരുന്നു? അതാണ് ഞാൻ അതിൽ നിന്ന് ഇത് ഉൾപ്രേരണ എടുത്തിട്ട്. അതെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. കറി ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലോ, മതി പിന്നെ എടുക്കാം. അറിയേ കുറച്ച് കറി, കുറച്ച് ചോറിലോർ കുറച്ച് കറി, കുറച്ചും കൂടെ കറി ആയിക്കോട്ടെ. ആണോ? കറിക്ക് മാത്രം ഒരു കുറവില്ല. കറി നമ്മൾ ഉണ്ടാക്കിയല്ലേ ടേസ്റ്റ് ചെയ്യണ്ടേ? എല്ലാരും കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? യമ്മി.